ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് 4 മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു കട്ട്ലേറ്റിൻ്റെ ലുക്കുള്ള മുട്ട കട്ട്ലേറ്റാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എളുപ്പത്തിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നടുവിൽ ഇതുപോലൊരു ഗ്യാപ്പാക്കി കൊടുക്കുക, നമ്മൾ മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 മുട്ട നടുവിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയായിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണമല്ലോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മുട്ട ആക്കിയെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഇതിൽ വെള്ളത്തിൻ്റെ അളവുണ്ടെങ്കിൽ അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാവ് നല്ല ടൈറ്റായി കിട്ടണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അപ്പോൾ അത് നോക്കിയിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ചപ്പാത്തി മാവൊക്കെ പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കുക. കട്ട്ലേറ്റ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. അങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസിലൊന്ന് കലക്കിയെടുക്കണം. നല്ല കട്ടി വേണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിലേക്ക് നമ്മുടെ ഓരോ കട്ട്ലേറ്റും ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു മസാല നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തില്ലേ, ആ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടും മസാല കാണാത്ത രീതിയിൽ ബ്രെഡ് ക്രംസ് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. കട്ട്ലേറ്റിന് ഓവറായിട്ട് അങ്ങ് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നല്ലൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോകും. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അവിടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഓവറായിട്ട് തവി വെച്ചിട്ട് അങ്ങനെ ഇളക്കാനും നിൽക്കേണ്ട, പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ട് ടൈറ്റായിട്ട് മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുത്തിനെങ്കിൽ കട്ട്ലേറ്റ് പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിതിൽ ഒന്നാമത് പൊട്ടാറ്റോ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു 2-3 തവണ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് അങ്ങനെ വേണ്ട. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റാം. ഓയിൽ കുടിക്കുകയൊന്നും ചെയ്യില്ല. നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്